ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വയ്ക്കാൻ പോകുന്ന ഒരു വെറൈറ്റി കറിയാണ്. ഇപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ പപ്പടക്കറിയാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത്. അതിന് പപ്പടം നമ്മളിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഉണ്ട്, അതുപോലെ തന്നെ സവാള, തക്കാളി. നമ്മൾ പപ്പടം ഇതുപോലെ ഒരു പാനിലിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കണം. ഇതുപോലൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ. എന്നിട്ട് നമ്മൾ ആ വറുത്ത അതേ പാനിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം സവാള നമ്മൾ അരിഞ്ഞ് വെച്ചത് ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളർ മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറായി വരട്ടെ. അന്നേരത്തേക്ക് നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കുക. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് അതിലേക്ക് ചേരുന്ന വരെ നമ്മൾ നല്ലതുപോലെ വഴറ്റി കൊടുക്കണേ. വേണമെങ്കിൽ പച്ചമുളക് ഇടുക. ഞാൻ മുളക് ഇട്ടിട്ടില്ല. അധികം എരിവ് വേണ്ട. അധികം എരിവ് ആകുമ്പോൾ കറിക്ക് ടേസ്റ്റ് മാറും. ഞാൻ അതിനും പൊടികളെ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത് കളർ മാറി നല്ലതുപോലെ വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റുക. പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ റോ ഫ്ലേവറും മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. കാരണം ഓൾറെഡി പപ്പടത്തിന് ഉപ്പുണ്ട്, അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പപ്പടം അതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഗ്രേവിയിലേക്ക് ആവുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതൊക്കെ പണ്ട് സ്കൂളിൽ കൊണ്ടുവന്ന കാലത്ത് നമുക്ക് കറിയൊന്നും കിട്ടില്ല, വെറുതെ ചോറ് കഴിക്കേണ്ടി വരും. അത്രയ്ക്കും എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസുമായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. ബൈ.